ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടിവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. എന്താ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 ഡേയ്സ് സ്കിൻ കെയർ ബ്യൂട്ടി ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓൾ ടൈപ്പ് സ്കിന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പൊ കുറെ എനിക്ക് കമന്റ് വരാൻ തുടങ്ങി നമ്മൾ പിമ്പിൾ കെയറിനുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ പിമ്പിൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും നമ്മുടെ പിമ്പിൾസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. എസ്പെഷ്യലി നമ്മുടെ ടീനേജേഴ്സിലാണ് കൂടുതലായിട്ട് പിമ്പിൾസ് കണ്ടുവരുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ട് PCOD ഉള്ളവര് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഫുഡിന്റെ കുറച്ച് എന്താ പറയാ ഓയിൽ ഫുഡ്, ഫാറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ പിമ്പിൾസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിമ്പിൾ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിറയെ പോർസുകളാണ്, അതായത് കുഴിയിൽ നമ്മൾ നിറയെ കുഴികളാണ്. ഈ കുഴിയിൽ സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്. സെബേഷ്യസ് ഗ്രന്ഥിയാണ് സെബം ഉത്പാദിപ്പിക്കുന്നത്. ഈ സെബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ പുറത്ത് അഴുക്കുകളായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്യാണ്ട് നമ്മുടെ ഡെഡ് സ്കിൻ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അതുമായിട്ടൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പിന്നെ നമ്മുടെ എക്സസൈസ് ആയിട്ടുള്ള ഓയിൽസ്, നമ്മുടെ വേറെ നമ്മൾ തലയിൽ വെക്കുന്ന ഓയിലുകൾ, അതൊക്കെ കൂടി എല്ലാം കൂടി കലർന്ന്, അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ക്രീമുകൾ, പൗഡറുകൾ, ഫൗണ്ടേഷൻ, ഇതൊന്നും നമ്മൾ വാഷ് ചെയ്യേണ്ട കിടന്നാൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതുമൂലം ബാക്ടീരിയ പ്രവർത്തനം മൂലമാണ് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നമ്മുടെ ഫേസ് കഴുകുക, രാവിലെ നമ്മൾ എന്തായാലും ക്ലെൻസിങ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് ഓയിലി സ്കിൻ ഉള്ളവരെ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്യുന്ന വെള്ളത്തിൽ ഒരു അരമുറി നാരങ്ങ നീരോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗറോ ഉപയോഗിച്ച് നമ്മൾ ആപ്പിൾ സിഡർ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പൊ എക്സസൈസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാനായിട്ട് സഹായിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഓയിൽ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബോഡി ലോഷൻ വേറെ ഫേസിൽ യൂസ് ചെയ്യുന്നതിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓയിലി സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അത് മാത്രമേ നമ്മളുടെ ഫേസിൽ എന്തായാലും തേക്കാൻ പാടുള്ളൂ. പിന്നെ താരൻ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനെയെങ്കിലും നമ്മൾ തലയിൽ നിന്ന് കളയാനായിട്ട് നോക്കില്ല, നമുക്ക് അതുമൂലം താരൻ ഉണ്ടാവും. പിന്നെ ഓയിൽ വെച്ച് കിടന്ന് ഉറങ്ങാണ്ടിരിക്കുക, അത് നമ്മുടെ പില്ലോയിൽ വരും. പില്ലോയിൽ നിന്ന് നമ്മുടെ ഫേസ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിൽ വരും. അതുമൂലം നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ഇരട്ടിയായിട്ട് വരും. അപ്പൊ അതൊക്കെ മാറാനായിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പില്ലോ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഉണക്കി സൂക്ഷിച്ച് അത് മാത്രം ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഫുഡ് ഏറ്റവും പ്രധാനമാണ്, അത് ശ്രദ്ധിക്കുക. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോഫി, ചായ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുകൂടാതെ പിന്നെ നമ്മൾ കുറേ ഇതുപോലെ ഫാറ്റി ഫുഡ്, ഇറച്ചി, മീനുകളൊക്കെ ഒരുപാട് കഴിക്കുന്നവർ, മീൻ കുഴപ്പമില്ല, മത്തി അങ്ങനെയുള്ളതൊക്കെ ഒമേഗ 3 ഉള്ളതൊക്കെ നല്ലതാണ്. അല്ലാതെ കുറേ ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുക. ചായ, കോഫിയുടെ അമിത ഉപയോഗം കുറച്ചിട്ട് നമ്മൾ ഗ്രീൻ ടീ ശീലാക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കണം, ഒക്കെ നല്ലതാണ് നമ്മളുടെ ഈ എക്സസൈസ് ആയിട്ടുള്ള ഓയിൽ പോകാനായിട്ട്. പിന്നെ അതുപോലെ കുറേ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇടുന്നതാണ്, അപ്പൊ നിങ്ങൾ അത് നോക്കൂട്ടോ. പിന്നെ അത് കൂടാണ്ട് ഞാൻ മുകളിലും അറ്റാച്ച് ചെയ്തിടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിമ്പിൾ കെയറിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, നമ്മൾ DIYs ഉണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്യാം. അപ്പോൾ 15 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കത് പിമ്പിൾസ് ഉള്ളവർ അത് ഫോളോ ചെയ്യാം. അപ്പോൾ അത് ഒന്നിരണ്ടാണെങ്കിലും വെച്ച് നിങ്ങളിത് ഫോളോ ചെയ്യാം, നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ പിമ്പിൾസ് ഉണ്ടായുള്ള കറുത്ത പാടുകൾ മാറാനുള്ള ടിപ്സും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതും ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഫുഡ് കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് മാറ്റാവുന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ആപ്പിൾ സിഡർ വിനിഗർ തീർച്ചയായിട്ടും വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. നമ്മുടെ തലയിലെ താരം പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് ആപ്പിൾ സിഡർ വിനിഗർ. കുറച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു 1-2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം അത് വെച്ച് തല വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരം പോകും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കഴുകിയിട്ടുണ്ട് നമ്മുടെ എക്സസൈസ് ഓയിൽ പോകും. അതുപോലെ തന്നെ പിമ്പിൾ കെയറിനും വളരെ നല്ലതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.